ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അതായത് അമിത്ഷായുടെ മകൻ ജയ്ഷാ അദ്ദേഹത്തിന് ഒരു ബാറ്റ് പിടിക്കാൻ പോലും അറിയില്ല, എന്നിട്ട് പോലും അദ്ദേഹത്തെ ICCയുടെ ചെയർമാനായിട്ട് നിയമിച്ചത് കൃത്യമായിട്ടുള്ള ഒരു കുടുംബാധിപത്യത്തിന്റെ നേർസാക്ഷ്യമാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ രാഹുൽ ഗാന്ധി ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് നെഹ്റുവിന്റെ മകൾ ഇന്ദിര, ഇന്ദിരയുടെ മകൻ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി. എന്താണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇന്നത്തെ നിലയിൽ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്ന്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനനുസരിച്ചുള്ള വിവേകമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സേവനമാണ്. അത് രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ട വിധത്തിൽ നൽകേണ്ട, രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ടേക്കുന്ന ഗവൺമെന്റിനെ വേണ്ട പോലെ കൃത്യമായിട്ട് വിമർശിച്ച് അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അത് രാജ്യത്തെ ജനങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ, ഗുണമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു വലിയ ചുമതലയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ സ്ഥാനം വഹിക്കുന്ന ആൾ നിറവേറ്റേണ്ടത്. എന്നാൽ രാഹുൽ ഗാന്ധി ഇവിടെ എപ്പോഴും ഉന്നയിക്കാറുള്ളത് വെറും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. വെറും ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ICCയുടെ ചെയർമാനായിട്ട് ജയ്ഷായെ നിയമിച്ചിരിക്കുന്നത് ഒരു നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണെന്നൊക്കെ ആണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ബാറ്റ് പിടിക്കാൻ പോലും അറിയില്ല. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോ ഒരേ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധി സുരേഷ് കൽമാടി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ മാത്രമല്ല, അതുപോലെ തന്നെ അഴിമതിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി നിയമിച്ചത് നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അതായത് 2010 കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സ്കാം നടന്നു. ഏകദേശം 70,000 കോടി രൂപയുടെ അഴിമതിയാണ് അന്ന് ഈ പറയുന്ന സുരേഷ് കൽമാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ശേഷം എന്നിട്ടോ ഈ അറസ്റ്റിലായിട്ടുള്ള ആളെ തന്നെ 2016 വീണ്ടും ആലോചിക്കണം, 2016 വീണ്ടും ഈ പറയുന്ന സ്ഥാനത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് ഈ പറയുന്ന സോണിയാഗാന്ധി എന്ന് പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ല, എന്നാലും ഈ രാഹുലിന്റെ അമ്മ സോണിയ നിയമിക്കുകയുണ്ടായി. അപ്പോ ഒരേ ഒരു ചോദ്യം, ഈ സുരേഷ് കൽമാടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ബാറ്റ് പിടിക്കാൻ പോയിട്ട് ഈ പറയുന്ന ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആവാനായിട്ട് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? അതോ ഇത്രയും വലിയ ഒരു സ്കാം നടത്തി എന്നുള്ള യോഗ്യത ആണോ ഈ പറയുന്ന ഗവൺമെന്റും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും അദ്ദേഹത്തിൽ കണ്ടത്? ഇപ്പൊ ഈ ജയ്ഷായുടെ കാര്യം നെപ്പോട്ടിസമായിട്ടൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അല്പമൊക്കെ ഒരു ഉളുപ്പ് എന്നൊക്കെ പറയാൻ എനിക്ക് പോലും ഉളുപ്പ് തോന്നുന്നു. കാര്യം എന്തിനാണ് എത്രയോ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു, എത്രയോ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഉയർത്തിക്കാട്ടാനുണ്ടാകും. അതൊന്നും പോവാതെ ഈ വോട്ട് ചോരി, അമിത്ഷായുടെ മകൻ ജയ്ഷാ, ഇങ്ങനെയൊക്കെ നടക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതായത് അംബാനിയും മോദിയും ചേർന്നുകൊണ്ട് ഇവിടുത്തെ പുതുതലമുറയെ ഡിജിറ്റൽ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ജിയോ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ സേവനം നൽകുന്നത് എന്തിനാണെന്നറിയാവോ? മോദിയുടെയും ഈ പറയുന്ന അംബാനിയുടെയും പ്രത്യേക താല്പര്യം കൊണ്ടാണ്. എന്തുകൊണ്ട്? അതായത് അടിമകളാക്കി മാറ്റുവാണ്. ഇന്നത്തെ ഈ സമൂഹത്തെ, ഈ ജെൻസിയെ, പുതുതലമുറയെ അടിമകളാക്കി മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ BJP ഭരണം നടത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. കാര്യം ആദ്യം ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യപ്പെടുന്നു, അതുകൊണ്ടാണ് BJP വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും അത് വിലപ്പോകില്ലെന്ന് കണ്ടു. കാര്യം എന്താ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ തരാം, നിങ്ങൾ എത്ര വലിയ ടെക്കിയെ കൊണ്ടുവന്ന് വേണമെങ്കിലും ഇതൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു തന്നു വിടണമെന്ന് പറഞ്ഞു. തന്നു വിട്ട് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഈ പറയുന്ന പോലെ അതിനകത്ത് കൃത്രിമത്വം കാണിക്കാനാകും. അതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൊ പലരും ചോദിക്കുന്നത് അതെന്തുകൊണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതൊരു ഇലക്ട്രോണിക് മെഷീൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ അതൊരു ഇലക്ട്രോണിക് മെഷീൻ ആണല്ലോ. അതുപോലെ തന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനുള്ള സംവിധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന വാഷിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ആ വാഷിംഗ് മെഷീൻ ഒരു ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് ഈ പറയുന്നത് പോലെ ഹാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും അങ്ങനെ പാളിപ്പോയി. പിന്നെ വന്നിരിക്കുന്ന എന്താണ്? വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ കള്ളത്തരം കാണിച്ച് ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് വോട്ട് കൊള്ള നടത്തുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ആരോപണം. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആരോപണവും പൊള്ളയാണെന്ന് തെളിയും. അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും പിന്നെ കുറ്റം ആർക്കാണ് വരിക? ജനങ്ങൾക്ക്.
അപ്പൊ ജനങ്ങളെ നേരിട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ മോദിയും അംബാനിയും ചേർന്നുകൊണ്ട് യുവത്വത്തെ ഡിജിറ്റൽ അടിമകളാക്കി മാറ്റിക്കൊണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം അപ്പോൾ വേണമെങ്കിൽ ഉന്നയിക്കാം. എന്താണ് രാഹുൽ ഗാന്ധി, നിങ്ങളും ഈ കോൺഗ്രസും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷേ നിങ്ങൾ ഇത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ നിങ്ങളുടെ വില തന്നെ കളയരുത്. ഒരു അപേക്ഷയാണ്.